ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ക്രിസ്മസ് സ്നേഹസംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് സൂരജ്, വേദിയിൽ അനുഗ്രഹ സന്ദേശം നൽകുന്ന ഓർത്തഡോക്സ് സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് തിരുമേനി, ഇവിടെ ആമുഖ സന്ദേശം നൽകിയ ബിജെപി മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു മാത്യു, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നിലക്കൽ ഭദ്രാസനം സെക്രട്ടറി റവറൻ ഫാദർ ഷൈജു കുര്യൻ അവർകൾ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കെ പത്മകുമാർ അവർകൾ, മൈനോറിറ്റി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജിജി ജോസഫ്, അഡ്വക്കേറ്റ് മാത്യു മാടത്തേത്ത്, BDJS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വി ആനന്ദരാജ്, RLJP ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോബിൻ മനത്തറയിൽ, LJPR ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേഷ് കുമാർ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അലക്സ് മാത്യു വർഗീസ്, സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഞ്ജു കെ നായർ, മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിനോയ് മാത്യു, ശ്രീ സജു തോമസ്, ശ്രീ ഷിബു തോമസ്, അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, MK വർഗീസ്, കോർ എപ്പിസ്കോപ്പ BN ഉണ്ണിച്ചേട്ടൻ, വിക്ടർ ടി തോമസ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓരോ പുതുവർഷവും പ്രതീക്ഷയുടേതാകട്ടെ, ഐശ്വര്യം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് നമ്മളെല്ലായ്പ്പോഴും പരസ്പരം ആശംസിക്കാറുള്ളതുമാണ്. പക്ഷേ ഈ ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള പുതുവത്സരം അത് പരസ്പരം ആശംസിച്ചതുകൊണ്ട് മാത്രം വരില്ല എന്ന് നമുക്കറിയാം. അതിന് ജനക്ഷേമത്തിൽ ഊന്നൽ നൽകുന്ന ഒരു ഭരണം, അങ്ങനെ ഒരു ഭരണം കൂടി വേണം. ഇന്ന് അത്തരത്തിലുള്ള ഒരു ഭരണമാണ് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിലേറെ കാലമായി രാജ്യത്തെ ജനങ്ങൾ ആ സദ്ഭരണത്തിന്റെ ഗുണങ്ങൾ അനുഭവിച്ചറിയുകയാണ്. അത് പല രൂപത്തിൽ നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളായും ശുദ്ധജലമായും വീടായും വെള്ളമായും ശുചിമുറിയായും ഒക്കെ വ്യക്തിജീവിതത്തിൽ നമുക്ക് കിട്ടുന്നു. റോഡായും പാലമായും തുറമുഖമായും ഒക്കെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഒക്കെയായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2024 നമ്മൾ കടക്കുന്ന ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യയെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിലാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ. 2047 പുതുവർഷത്തെ ഇന്ത്യ സ്വീകരിക്കേണ്ടത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ, ആ പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള അടിത്തറയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ചാണ്. ചിലരൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു തുടങ്ങി 2024 നരേന്ദ്രമോദി ജനവിധി തേടാൻ പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം
ആ വിഷയം ഉയർത്തിക്കൊണ്ടായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, 2014-ലും 2019-ലും ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത് അയോധ്യ ക്ഷേത്ര നിർമ്മാണം മാത്രം പ്രതീക്ഷിച്ചല്ല എന്നാണ്. വികസനത്തിന്റെ നേട്ടം എണ്ണിപ്പറയാൻ 2024-ലും ചെങ്കോട്ടയിൽ നിന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഫലപ്രദമായിട്ട് നിറവേറ്റി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ പലതരത്തിലുള്ള യാത്രകൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ ഒരു യാത്ര കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തെത്തിയപ്പോ നാട്ടിലെ കുറെ ചെറുപ്പക്കാര് വികലാംഗരായി. പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഒക്കെയുള്ള തലക്കടിയേറ്റിട്ടുള്ള ആളുകൾ. അതാണ് നമ്മൾ ഒരു യാത്രയുടെ സ്ഥിതി കാണുന്നത്. വേറൊരു യാത്ര പഞ്ചായത്ത് തോറും രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും വികസിത ഭാരത് സങ്കല്പ യാത്ര, ആ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്ര ഒരു മാസം കഴിഞ്ഞപ്പോ രാജ്യത്തെ 1 കോടിയിലധികം ആളുകൾക്ക് ആയുഷ്മാൻ കാർഡിന്റെ ഉടമസ്ഥരായി. അതാണ് ഈ 2 യാത്രകൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു യാത്ര, ആ യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ വഴിനീളെ ആളുകളുടെ തലയടിച്ചു പൊട്ടിക്കുമ്പോ ആ തലപൊട്ടിയ ആളുകളുടെ മുറിവിൽ മരുന്ന് നൽകാനുള്ള സംവിധാനമാണ് മറ്റൊരു യാത്രയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇതാണ് 2 യാത്രകൾ നടക്കുന്നത്. നരേന്ദ്രമോദിജി തന്നതും കേരളത്തിലെ സർക്കാർ തരാത്തതുമൊക്കെ നമ്മുടെ മറിയക്കുട്ടി ചേടത്തി വളരെ അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മറിയക്കുട്ടി ചേടത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയുന്നവരാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു, മോദി തരുന്ന അരി കാരണമാണ് കേരളത്തിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ രാമക്ഷേത്രം പറഞ്ഞ് അതുപോലെയുള്ള ചെപ്പടി വിദ്യ കാട്ടി അധികാരത്തിലെത്തുക എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയോ നയമല്ല. ഇവിടെ തീർച്ചയായിട്ടും 2014-ൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക എന്ന് എല്ലാവരും വിളിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചോളം, ബിജെപിയെ സംബന്ധിച്ചോളം അത് പ്രതിജ്ഞാപത്രമാണ്, സങ്കല്പ പത്രം. ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കാറില്ല, മാനിഫെസ്റ്റോ എന്ന് പറയുന്ന സാധനം. ദേശീയ ജനാധിപത്യ സഖ്യം ഇറക്കുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞയെടുക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് പേരിടുന്നത് സങ്കല്പ പത്രം എന്നാണ്. ഹിന്ദിയിൽ സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ. അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 2019-ൽ പക്ഷേ അത് പൂർത്തിയായിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭരണത്തിലേറ്റി. കാരണം രാജ്യത്ത് രാമക്ഷേത്രം മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കി, അത് നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനം നിറവേറ്റി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന്റെ മുഴുവൻ ലക്ഷ്യം, അതിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളെക്കാൾ കൂടുതൽ രാമക്ഷേത്രം ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ പേരിൽ 5 പേരെയെങ്കിലും വഴിതെറ്റിക്കാൻ സാധിക്കുമോ, 5 പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നരേന്ദ്രമോദി 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനം അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അർപ്പണബോധത്തിന്റെയും ഇച്ഛാശക്തിയുടെയും നേർപത്രമാണ്. അത് എല്ലാ ഇന്ത്യക്കാരുടെയും അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കപ്പെടാൻ, ഓരോ പൌരനും ശാക്തീകരിക്കപ്പെടാൻ, സ്ത്രീകളെ കൂടുതൽ അഭിമാനബോധമുള്ളവരാക്കുകയും യുവാക്കൾക്ക് മുന്നിൽ പുതിയ അവസരങ്ങളുടെ
ആ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന, അതോടൊപ്പം കർഷകൻ നമ്മുടെ കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. ആ കർഷകന് സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രമല്ല, കർഷകന്റെ വരുമാനം അത് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് 9.5 വർഷത്തിലേറെ കാലമായിട്ട് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഫലമായിട്ട് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറി. ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് അടുത്ത 2-3 വർഷങ്ങൾക്കകം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ. കോവിഡ് കാലത്ത് നമുക്കറിയാം, ഭക്ഷ്യധാന്യ ലഭ്യതയും പോഷകാഹാരവും ഉറപ്പാക്കിയ ഒരു നയം, ആ നയത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കോവിഡ് മരണങ്ങൾ ഉണ്ടാവാതിരുന്നത്, പട്ടിണി മരണങ്ങൾ ഉണ്ടാവാതിരുന്നത്. അന്ന് പലരും പറഞ്ഞത് കോവിഡിനെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമായിരിക്കും, പക്ഷേ പട്ടിണി മരണങ്ങളെ ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? നമ്മുടെ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ നടന്നില്ല എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ കോവിഡിനെ പ്രതിരോധിക്കൽ മാത്രമല്ല, ജനങ്ങൾക്ക് അവരുടെ ജീവിതം, ക്ഷേമപൂർണമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെയും കൂടി ഫലമായിട്ടാണ്. അതിനുവേണ്ടിയിട്ട് രാജ്യത്തെ 2047 വികസിത ഭാരതമായിട്ട് മാറ്റണമെങ്കിൽ ഏത് നാടിന്റെയും പുരോഗതിയുടെ അടിസ്ഥാനം, അതിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ആ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വന്ദേ ഭാരത് തീവണ്ടികളും, അതോടൊപ്പം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടപ്പിലാകുന്ന ദേശീയപാത പദ്ധതികളുമൊക്കെ. ഇടുക്കി ജില്ലയിൽ ഈ വരുന്ന 5-ാം തീയതി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി ഈ ദേശീയപാത വികസനത്തിന്റെ അടുത്ത ഘട്ടം, ആ ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇടുക്കി ജില്ലയിൽ വരികയാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മാത്രമല്ല, മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു, ധാരാളം പ്രവാസികളുള്ള ജില്ലയാണ്. ഈ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും അഭിമാനത്തോടുകൂടി ഞാൻ ഇന്ത്യക്കാരനാണ്, നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യയിലെ ഒരു പൌരനാണ് ഞാൻ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഈ രാജ്യത്തിന്റെ പ്രതിച്ഛായ ഉയർന്നു. ലോകത്തെവിടെ ഇന്ത്യക്കാരൻ ആപത്തിൽപ്പെട്ടാലും ആ ഇന്ത്യക്കാരനെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാൻ ശേഷിയുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ. അതുകൊണ്ട് ഇവിടെ ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോഴും അവരുടനെ ആശ്രയിക്കുന്നത്, അവർ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനാണ്. അത് സുഡാനിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഇസ്രയേലിൽ മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിലും അങ്ങനെ വന്ദേ ഭാരതും ഓപ്പറേഷൻ ഗംഗയും ഓപ്പറേഷൻ കാവേരിയും അടക്കം അതിൽ ചിലതിലൊക്കെ നേരിട്ട് പങ്കാളിയാവാനും എനിക്ക് അവസരങ്ങളുണ്ടായി. അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ആയിരക്കണക്കിന് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ, അങ്ങനെയുള്ള ഇന്ത്യക്കാരെ ജന്മനാട്ടിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷാകരത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നുള്ള പേര്. ആ പേരിന്റെ ബലത്തിലാണ്, ആ രക്ഷാകരത്തിന്റെ ബലത്തിലാണ് ഇന്ന് ലോകമെമ്പാടും ഇന്ത്യക്കാർ സധൈര്യം, ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ഉപജീവന മാർഗം തേടിക്കൊണ്ട് പല സ്ഥലത്തേക്ക് പോകുന്നത്. അവർക്കൊക്കെ ജോലി ചെയ്യുന്നതിനുള്ള ഉറപ്പ്, ആ ഉറപ്പ് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്.
ആ ഉറപ്പിന്റെ ബലത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഇന്നലെ ഖത്തറിൽ വധശിക്ഷ കാത്തുകിടന്ന മലയാളികൾ അടക്കമുള്ള 8 സഹോദരന്മാർക്ക് ആ ശിക്ഷ റദ്ദാക്കി എന്നുള്ള അത് റദ്ദാക്കി കിട്ടിയതും നരേന്ദ്രമോദിയുടെ ഉറപ്പിലാണ്. ആ ഉറപ്പിന്റെ ബലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങള് യാത്ര ചെയ്യുന്നത് വേറെ ചില ആളുകൾ കുടുംബസമേതം റൂം ഫോർ റിവർ പഠിക്കാൻ വേണ്ടി പോകുന്നത് പോലെയല്ല. ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരടക്കമുള്ള മലയാളികൾ അടക്കമുള്ള സുഹൃത്തുക്കൾ, സഹോദരന്മാർക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികൾ ഉണ്ടാകണം, ഈ കാര്യങ്ങൾ ആരായാനും പരിശോധിക്കാനും അതിന്റെ നടപടികൾ എടുക്കാനുമാണ്. ഞാൻ അയോധ്യയെക്കുറിച്ച് പരാമർശിക്കാതെ ഞാൻ ഇന്ന് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല. കാരണം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നത് തെറ്റാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമോ, എന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കെങ്കിലുമോ, ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് പോലുമോ വിചാരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ക്രിസ്മസ്? വർഷാവർഷം കോടിക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ ബത്ലഹേമിലേക്ക് തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. ബൈബിൾ വചനത്തിൽ മാത്യുവിന്റെ സുവിശേഷത്തിലെ വരികൾ ഞാൻ വായിക്കും. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൌരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി. അദ്ദേഹം പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബത്ലഹേം. ഇന്നത്തെ പലസ്തീന്റെ ഭാഗമായിട്ടുള്ള ബത്ലഹേം നഗരം ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യനഗരമാകുന്നത് യേശു ക്രിസ്തു അവിടെ ജനിച്ചതുകൊണ്ടാണ്. അതുതന്നെയാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള ശ്രീരാമ ഭക്തർക്ക് അയോധ്യയുമായിട്ടുള്ള ബന്ധം. ശ്രീരാമ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് എല്ലാ പുരാണങ്ങളും എല്ലാ ചരിത്രവും പറയുന്ന പുണ്യഭൂമി ബത്ലഹേം ക്രൈസ്തവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നുള്ളതിന് AD 1-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രരേഖകൾ തെളിവാണെങ്കിൽ അയോധ്യ രാമഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്ന് AD 4-5 നൂറ്റാണ്ടുകളിൽ തന്നെ തെളിവുണ്ട്. 1528-ലാണ് ബാബർ ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ച് ചരിത്രരേഖകളുണ്ട്. ഒരു ഘട്ടത്തിലും ഈ ഭഗവാന്റെ അവതാര ഭൂമിയായിട്ടുള്ള അയോധ്യയെ രാമഭക്തർ കൈവിട്ടിട്ടില്ല. 1608 ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ഇംഗ്ലീഷുകാരനായ വില്യം ഫിഞ്ച് സരിയു നദിയിൽ ജനങ്ങൾ പുണ്യസ്നാനം ചെയ്യുന്നതും രാമമന്ദിരത്തിൽ അവിടെ വരുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്നതുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. 1770കളിൽ ഇന്ത്യയിൽ 40 വർഷത്തോളം താമസിച്ച ജസ്യൂട്ട് പാതിരിയായിട്ടുള്ള ജോസഫ് തിഫൻലാത്തറും അദ്ദേഹവും പറയുന്നുണ്ട്, രാമനവമിക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിൽ ജന്മസ്ഥാനത്ത് പരിക്രമം നടത്തി. അവർ പരിക്രമം നടത്തിയിരുന്നത് അവിടുത്തെ തൊട്ടിലിന് ചുറ്റുമാണെന്നാണ്. എന്താ തൊട്ടിലിന്റെ പ്രതീകം? തൊട്ടിൽ ശ്രീരാമ ജന്മഭൂമി, ശ്രീരാമന്റെ ജന്മം കൊണ്ട സ്ഥലം എന്നുള്ള നിലയിലാണ് ആ തൊട്ടിലിന് ചുറ്റും രാമഭക്തർ പ്രദക്ഷിണം വെച്ചിരുന്നത്. അയോധ്യയിലല്ലാതെ മറ്റൊരിടത്താണ് ശ്രീരാമൻ ജനിച്ചതെന്ന് ഒരു ഗ്രന്ഥവും പറയുന്നില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് ബത്ലഹേം എന്താണോ അതാണ് രാമഭക്തർക്ക് അയോധ്യ. അങ്ങനെയുള്ളൊരു അയോധ്യ, ആ അയോധ്യയെക്കുറിച്ച് ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നത് രാമൻ ജനിച്ചതിന് തെളിവുണ്ടോന്നാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അന്വേഷണം നടക്കുന്ന ആൾക്കാരുണ്ട്. അക്കാലത്തെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പോലത്തെ വല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ? 1528 മുമ്പ് അയോധ്യയിൽ എന്തായിരുന്നു എന്നുള്ളത് അത് മിണ്ടരുത് എന്നാണ് കേരളത്തിൽ ചില ചരിത്രകാരന്മാരും ചില പ്രത്യേക കണ്ണട വെച്ച് മാത്രം ചരിത്രത്തെ പരിശോധിക്കുന്ന ആളുകളുടെയും അവരുടെ രീതി. ഇത് വസ്തുതകളുടെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിച്ചപ്പോഴാണ്
പരമോന്നത കോടതി രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് സർക്കാരല്ല. ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ സർക്കാരിന്റെ പരിപാടിയാണ്. കോടതി പറഞ്ഞത് സർക്കാരിന്റെ ഒരൊറ്റ ജോലി ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് മാത്രമാണ് സർക്കാരിന്റെ ജോലി. നരേന്ദ്രമോദി സർക്കാർ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റ് ലോകം മുഴുവൻ അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക സമാഹരണം നടത്തി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ, ക്രൈസ്തവ വൈദികർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകി. എനിക്ക് നേരിട്ട് അറിയുന്ന നിരവധി വൈദികർ, അങ്ങനെയുള്ളവർ അതിന് സംഭാവന നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് ക്രൈസ്തവ സഹോദരന്മാർക്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ക്രൈസ്തവ സഹോദരൻ ബത്ലഹേമിനെ എത്രമാത്രം പുണ്യമായിട്ട് കണക്കാക്കുന്നുവോ, എത്രമാത്രം ആരാധന ഭാവത്തോടുകൂടി കാണുന്നുവോ, അതേപോലെയാണ് ശ്രീരാമ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അയോധ്യ അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞ് ശ്രീരാമ ഭക്തരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അതിനെ കൈയയച്ച് സഹായിക്കണം എന്നുള്ള സന്മനോഭാവം, സൗമനസ്യം, ആ സൗമനസ്യം കേരളത്തിലെ നിരവധി ക്രൈസ്തവ സഹോദരന്മാർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈദികരടക്കമുള്ള ആളുകൾ, ചില തിരുമേനിമാരുൾപ്പെടെ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നു, പിന്നെ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ തിരുമേനിമാരും പിതാക്കന്മാരും രണ്ടുപേരും ചെയ്തു. അങ്ങനെയുള്ള പുരോഹിതന്മാരുൾപ്പെടെ തീർത്ഥക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്താൻ സാധിച്ചു. അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തത്തിലാണ് ആ ക്ഷേത്രം ഉയരുന്നത്. അതല്ലാതെ സർക്കാരിന്റേതല്ല. ചില ആളുകൾ പറയുന്നത് സർക്കാരിന്റെ പണിയല്ല ഇത് എന്നാണ്. ആര് പറഞ്ഞു സർക്കാരിന്റെ പണിയാണ്? സർക്കാരിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ, ആ മാറി നിൽക്കുന്ന ആളുകൾക്ക് വേറെ ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു മടിയില്ല. പലസ്തീനെതിരായിട്ട് പ്രകടനം നടത്താൻ പോകുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. പലസ്തീൻ വിഷയത്തിൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട്, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ പ്രകടനം നടത്താൻ പോയപ്പോ ഈ സംശയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്, ഇത്ര വലിയ പ്രശ്നമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കാൻ പോകുന്നതിനാ? അതൊരു ക്ഷേത്രമല്ലേ? അത് ഈശ്വരീയ കാര്യമല്ലേ? അത് മതമല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കാർ മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കാൻ പാടില്ല. ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചുവിടണം. അതുകൊണ്ട് ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ മതവിശ്വാസികളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും വിശ്വാസ സമൂഹത്തെ മുഴുവൻ തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള ചില പ്രത്യയശാസ്ത്രങ്ങൾ, ആ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം, ആ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലെ വിശ്വാസി സമൂഹത്തിന് സാധിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ, ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ, കാരണം നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളിൽപ്പെടുന്നവരായിരിക്കും, പക്ഷെ നമ്മുടെ പാരമ്പര്യം ഒരേ പാരമ്പര്യമാണ്. പിന്നീട് മതവിശ്വാസം മാറിയിട്ടുണ്ടാവും, ആരാധനാ സമ്പ്രദായങ്ങൾ മാറിയിട്ടുണ്ടാവും, പക്ഷെ അതുകൊണ്ട് നമ്മളാരും നമ്മുടെ പൂർവികരെ മാറ്റാറില്ല. ആ പൂർവികർ അന്നത്തെ കാലത്ത് ആരായിരുന്നുവോ അതേ പൂർവികരാണ് ഇന്നും നമ്മുടെ പൂർവികർ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരാധനാ സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ പൂർവികരെ മാറ്റുക എന്നുള്ളത് അത് നമ്മുടെ രീതിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സനാതന വിശ്വാസം, ആ സനാതന വിശ്വാസം ലോകത്തെല്ലായിടത്തു നിന്നും ഏത് മതത്തിൽപ്പെട്ടവർ ഈ നാട്ടിലേക്ക് വന്നപ്പോഴും അവരെ എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് ഈ നാടിന്റെ പാരമ്പര്യം. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം. അതുകൊണ്ടാണ് നമ്മള് അന്ന് മുതൽ പറഞ്ഞത്, പണ്ട് കാലം മുതൽ പറഞ്ഞിരുന്നത്, ലോക സമസ്തോ സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകം സത്വിപ്ര ബഹുധാ വദന്തി, സത്യം ഒന്നാണ്. ആ സത്യത്തെ പല രൂപത്തിൽ ആരാധിക്കാൻ
പല രീതിയിൽ ആരാധിക്കാൻ, പല പേരുകൾ വിളിക്കാൻ ഓരോ ആൾക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മതവിശ്വാസം എന്നുള്ളത് ഭീഷണിയാണ്, ഈശ്വരവിശ്വാസം എന്നുള്ളത് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുന്ന, എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ, ആ ആളുകളാണ് വിശ്വാസ സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസ സമൂഹങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമലയിൽ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ, ആചാര ലംഘനങ്ങളെ മറക്കാൻ പറ്റില്ല. കാരണം ഈ നാട്ടിൽ നിന്നാണ് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടായത്. ആ ചെറുത്തുനിൽപ്പിന്റെ കൂട്ടത്തിലും ആ കാലത്ത് ധാരാളം ക്രൈസ്തവ സഹോദരന്മാരുണ്ടായിരുന്നു. കാരണം വിശ്വാസ സമൂഹത്തെ അവഹേളിക്കാൻ അതാര് ശ്രമിച്ചാലും അതിനെതിരായിട്ട് ഉള്ള ശബ്ദമുയർത്താൻ ക്രൈസ്തവ സഹോദരന്മാരുണ്ടായിരുന്നു. ഇപ്പോ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് നടക്കുന്നത്. വളരെ കഠിനമായിട്ടുള്ള വ്രതം നോറ്റ് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ മനസ്സിൽ വേദനയോടുകൂടിയിട്ട് അവിടെ ശബരിമലയിൽ എത്താൻ സാധിക്കാതെ മാലയൂരി തിരിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം, അത് വിശ്വാസികളായിട്ടുള്ള ഏതൊരാൾക്കും അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് ആകെ ഒരു കൂട്ടർ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ, ഇഫ്താർ വിരുന്നുകാരുടെ വിശ്വാസം. ആ വിശ്വാസത്തിനോട് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇഫ്താർ വിരുന്നുകാരുടെ വിശ്വാസത്തിന്റെ പ്രശ്നം വരുമ്പോ ഈ അവിശ്വാസികളുടെ സംഘം മുഴുവൻ ഇഫ്താർ വിരുന്നുകാരുടെ ആ പക്ഷത്ത് നിൽക്കാൻ അവർ തമ്മിൽ മത്സരമാണ്. അതുകൊണ്ടാണ് ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചാൽ പോകും, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠക്ക് വിളിച്ചാൽ ചില ആളുകൾക്ക് പോകാൻ ഉടനെ തന്നെ പോകില്ല എന്ന് പറയും. ചില ആളുകൾക്ക് തീരുമാനം എടുക്കാൻ ഇപ്പോഴും ആയിട്ടില്ല, ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനം എടുക്കുന്നതാണ് പറയുന്നത്. ഏതായി ഉചിതമായിട്ടുള്ള സമയം എന്നുള്ളത് അതിന് എവിടുന്ന് എന്ന് ഗ്രഹനില നോക്കിയിട്ടാണ് അത് തീരുമാനിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ തവണ ഈ തരത്തിലുള്ള തീവ്ര വിശ്വാസങ്ങൾ, ഭീകരവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാരണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണം ഈ തവണ നേറ്റിവിറ്റി ചർച്ചിൽ ക്രിസ്മസിന് ആരാധന നടന്നില്ല. ആ ആരാധന നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. BBC-യുടെ തലക്കെട്ട് ബത്ലഹേം ഈസ് എംപ്റ്റി ഓഫ് ജോയ്, നോ സാന്റ, നോ സെലിബ്രേഷൻ എന്നായിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഭീകരവാദികൾ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മതവിശ്വാസത്തിന് അവിടെ പ്രസക്തിയില്ലാത്ത, മതവിശ്വാസത്തിന് സ്ഥാനമില്ലാത്ത, വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം, ആ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളെയും ഒരേപോലെ ആദരിക്കുന്ന ഭാരതീയ സംസ്കാരം, ആ ഭാരതീയ സംസ്കാരമാണ് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം ക്രിസ്മസ് നവവത്സര ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതില് അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ, അങ്ങനെ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു സമീപനം, ആ സമീപനം ഉണ്ടാകണമെങ്കിൽ അതിന് ഈ നാട്ടിൽ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകണം. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ക്രിസ്മസ് ദിനത്തിൽ, കഴിഞ്ഞ വർഷവും അദ്ദേഹം ആലോചിച്ചു, പക്ഷെ കഴിഞ്ഞ വർഷം പലർക്കും വരാനുള്ള അസൗകര്യം കാരണം കഴിഞ്ഞ വർഷം നടന്നില്ല. ഈ തവണ നേരത്തെ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തി. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരന്മാർ, നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ തവണ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ഒരുക്കിയ വിരുന്നിൽ പങ്കാളികളായി. ന്യൂയോർക്കിൽ നിന്നടക്കമുള്ള മലയാളികളുണ്ടായി ഡൽഹിയിലെ വിരുന്ന്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ന് ഈ ക്രിസ്മസ് വിരുന്ന്, ക്രിസ്മസ് സ്നേഹസംഗമം, ഈ ക്രിസ്മസ് സ്നേഹസംഗമം സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംഘാടകരെ, ഇവിടുത്തെ നേതൃത്വത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ക്രിസ്മസ് നവവത്സരാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും